മൂന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്ത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കൊടുക്കുന്നത് പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ തവണ വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. സ്വാതി സന്തോഷ് ഒരിക്കൽ കൂടി ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സ്വാതി, വലിയ പ്രതീക്ഷ ഒരുപക്ഷെ കെജ്രിവാളിന് ഇന്നത്തെ ഒരു ദിവസം സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ കാണും. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോഴുള്ള സുപ്രീം കോടതിയുടെ വാക്കാൽ പരാമർശം ഇടക്കാല ജാമ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. വളരെ നിർണായകമായ ഒരു ദിവസം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വലിയ നിർണായക ദിവസമായി തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ദില്ലി അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി, അതായത് ഇ ഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി നിരീക്ഷിച്ചൊരു വിഷയം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകാൻ സാധ്യതയുണ്ട് എന്ന നിരീക്ഷണം കോടതി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഇത് സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വലിയ നിർണായകമായി തന്നെ കണക്കാക്കേണ്ടി വരും. ഇടക്കാല ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മെയ് 25-ാം തീയതി എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ ആവേശമായിരിക്കും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നടക്കാനുള്ളത്. എന്തായാലും ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നത് സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങിയ ബെഞ്ചായിരിക്കും. അതോടൊപ്പം തന്നെ ഈ അഴിമതി കേസിൽ തന്നെ അറസ്റ്റിലായിട്ടുള്ള BRS നേതാവ് കൂടിയായിട്ടുള്ള കവിതയുടെ ജാമ്യം ഇന്ന് റോസ് അവന്യൂ കോടതിയിലും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇരുവരുടെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇന്ന് റോസ് അവന്യൂ കോടതി ഈ കേസും പരിഗണിക്കുക. എന്തായാലും വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അറസ്റ്റിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലും ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇടപെടലൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ഗാനവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ പ്രചാരണങ്ങൾ എന്തായാലും ആം ആദ്മി പാർട്ടി സംഘടിപ്പിക്കാനിരിക്കെയാണ് ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. കാവ്യ.